നിയമസഭാ സമ്മേളനം ഇന്നും തുടരും. 3 ദിവസത്തെ ബജറ്റ് അവലോകന യോഗം ഇന്ന് അവസാനിക്കും. വിവാദ വിഷയങ്ങളിൽ ഇന്ന് മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറയും. മദ്യ അഴിമതിയിൽ മുഖ്യമന്ത്രി പ്രതികരിക്കും. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, നിയമസഭാ സമ്മേളനം ഇന്നും തുടരുകയാണ്. എന്തെല്ലാം കാര്യങ്ങളിന്മേലാകും ചർച്ചയുണ്ടാവുക? ഏവരും ഉറ്റുനോക്കുന്നത് മദ്യനയത്തിലുള്ള മുഖ്യമന്ത്രിയുടെ ഒരു മറുപടിയും നിലപാടും കൂടിയാകും. എന്തായാലും എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? രോഹിണി, കഴിഞ്ഞ 2 ദിവസമായി നിയമസഭാ സമ്മേളനം നടക്കുകയാണ്. ബജറ്റിന്മേലുള്ള ചർച്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ബജറ്റ് അവലോകന യോഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാമാജികരുടെ എല്ലാവരുടെയും അവരുടെ ബജറ്റുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറയുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സമയത്തൊന്നും, അതായത് ഈ 2 ദിവസങ്ങളിലൊന്നും മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, സഭയ്ക്ക് അകത്തും പുറത്തും ഒന്നും മുഖ്യമന്ത്രി പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. പ്രത്യേകിച്ച് വിവാദ വിഷയങ്ങൾ നമുക്കറിയാം. കഴിഞ്ഞ ബജറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ വിവാദമാണ് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് സംസ്ഥാനത്ത് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അത് നികുതി ഇളവ് അനുവദിച്ചത്. ഇത് മാഫിയകളെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഒരു ഭാഗത്ത് ഉയരുന്നു. BJP അടക്കം ഇത്തരത്തിൽ ഈ സർക്കാരിൻ്റെ നയത്തിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ ബജറ്റ് അവലോകന യോഗത്തിൻ്റെ അവസാനം ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി മറുപടി നൽകും. മുഖ്യമന്ത്രി നൽകുന്ന മറുപടിയിൽ ഇത്തരം കാര്യങ്ങൾ, അതായത് ഈ പറയുന്ന വിവാദ വിഷയങ്ങളിലെല്ലാം പ്രതികരിക്കുമോ, അല്ലെങ്കിൽ നിലപാടെന്തായിരിക്കും മുഖ്യമന്ത്രിയുടെ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുന്നില്ല. പാർട്ടിയിൽ തന്നെ ഒറ്റപ്പെടുന്ന സാഹചര്യമുണ്ടായി. മന്ത്രിസഭയിൽ തന്നെ മുഖ്യമന്ത്രി ഒറ്റപ്പെട്ടു. കാരണം ഇത് എക്സൈസ് മന്ത്രിയോ അല്ലെങ്കിൽ ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാതെയോ മുഖ്യമന്ത്രി ഒറ്റയ്ക്ക്, അതായത് ഈ VD സതീശൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ് ഇത്തരത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് അനുവദിച്ചത്. എന്നാൽ മറ്റ് മന്ത്രിമാരാരും ഇത് അറിഞ്ഞതുമില്ല. അപ്പോൾ അതിനെ തുടർന്ന് തന്നെ ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിലും മന്ത്രിസഭയ്ക്കുള്ളിലും എല്ലാം തർക്കങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുകയും VD സതീശൻ ഒറ്റപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ സഭയുടെ ബജറ്റ് അവലോകന യോഗത്തിൻ്റെ സമാപനം വരുന്നത്. ഇതിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുമോ എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. എന്തായാലും പ്രതികരിച്ചാൽ എന്താകും പ്രതികരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ നിൽക്കുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് ഇത്തരത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ നടപടികളെല്ലാം ഉണ്ടാകുന്നത്. എന്നാൽ അത് പിന്നീട് ഇത്തരത്തിൽ മദ്യവ്യാപനം ഉണ്ടാകുമെന്നടക്കമുള്ള കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ, അതിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം അത് മരവിപ്പിക്കുകയായിരുന്നു. എന്നാൽ VD സതീശൻ അധികാരത്തിൽ വന്നതിന് ശേഷം മന്ത്രിസഭ രൂപീകരിച്ച് 1 മാസത്തിനുള്ളിൽ തന്നെ, അതായത് ഈ UDF സർക്കാരിൻ്റെ മദ്യനയം പോലും പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലൊരു നിലപാടിലേക്ക് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അത് വലിയ രീതിയിൽ വിമർശനം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. കൂൾ ഡ്രിങ്ക്സിൻ്റെ പാക്കറ്റുകളിൽ എങ്ങനെയാണോ കൂൾ ഡ്രിങ്ക്സുകൾ ലഭിക്കുന്നത്, അതായത് ചെറിയ ചെറിയ പാക്കറ്റുകളിൽ എങ്ങനെയാണോ ഈ കൂൾ ഡ്രിങ്ക്സുകൾ ലഭിക്കുന്നത്, അതേ രീതിയിൽ കടകളിലേക്ക് മദ്യം എത്തിക്കുന്ന നിലയിലേക്കായിരിക്കും ഈ സംവിധാനം ചെന്നെത്തുന്നത് എന്നാണ് വിമർശനങ്ങളായി ഉയർന്നത്. റെഡി ടു ഡ്രിങ്ക് എന്ന നിലയിലാണ് ഈ വീര്യം കുറഞ്ഞ മദ്യം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇത് വലിയ കുത്തക കമ്പനികളെ കേരളത്തിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി, അതായത് മദ്യമാഫികളായിട്ടുള്ള കുത്തക കമ്പനികളെ കേരളത്തിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റെഡി ടു ഡ്രിങ്ക് എന്ന നിലയിലേക്ക് മദ്യം എത്തിക്കുന്നത് എന്നതടക്കമുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മാത്രമല്ല, കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട അനുമതി നൽകുന്ന സ്വകാര്യ കമ്പനികൾക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട അനുമതി അതും ഈ ബജറ്റിൽ പറഞ്ഞിരുന്നു. അതിലും മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിട്ടില്ല. എന്തായാലും ഇത്തരം കാര്യങ്ങളിലെല്ലാം മുഖ്യമന്ത്രി ഇന്ന് പ്രതികരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. വൈകിട്ടോടുകൂടി ഒരു 3 മണിയോടുകൂടിയായിരിക്കും ഇത്തരത്തിൽ ബജറ്റ് അവലോകന യോഗത്തിൻ്റെ സമാപനം ഉണ്ടാകുക. അതിൽ മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗം ഉണ്ടാകുക. മറുപടി പ്രസംഗത്തിലാണ് ഇനി ഈ വിവാദ വിഷയങ്ങളിൽ എന്ത് നിലപാടായിരിക്കും മുഖ്യമന്ത്രി വ്യക്തമാക്കുക, സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി വ്യക്തമാക്കുക. രോഹിണി, അശ്വതി. ശരി.